ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 വീലറിന് വട്ടവടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പാണെന്നും മഞ്ഞൊക്കെ വീഴുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി പോകാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. തെളിഞ്ഞൊരു ആകാശമൊക്കെയാണ്. പിന്നെ ചുറ്റും മലയാണ്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തട്ടായിട്ട് ഓരോ കൃഷിയിടങ്ങൾ കണ്ടു തുടങ്ങി. അപ്പം നമ്മൾ വട്ടവടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വട്ടവടയിലാണെങ്കിൽ കൂടുതലും പഴങ്ങളും പച്ചക്കറി തോട്ടങ്ങളാണ് കാണാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മുടെ തമിഴ്നാട് ബോർഡറിനോട് ചേർന്നിട്ടുള്ളൊരു ഗ്രാമമാണ് ഈ വട്ടവട എന്ന് പറയുന്നത്. ഇതായി കാണുന്നതാണ് നമ്മുടെ ഗ്രാമം. ഒരുപാട് സിനിമകളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. എടുത്ത് പറയേണ്ടത് നമ്മുടെ ചാർലിയാണ്. ഇതായി കാണുന്നത് നമ്മുടെ സ്ട്രോബെറിയാണ് കേട്ടോ. ഇത്ര നേരം നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മല ഇറങ്ങി തുടങ്ങുകയാണ്. ഇവിടെയാണ് പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ആപ്പിൾ, ഓറഞ്ച്, ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ പേരയ്ക്ക, അങ്ങനെ കുറേ ബെറികൾ, അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാൻ ഇവിടുത്തെ ഭയങ്കര തണുപ്പാണ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ നമ്മുടെ ഗോതമ്പ് കൃഷിയും കൂടി ഉണ്ട് കേട്ടോ. കേരളത്തിൽ ഇവിടെ മാത്രമാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴാണ് ഗോതമ്പ് പാടങ്ങൾ കാണാൻ പറ്റുക. പക്ഷേ ഇവിടെ നമുക്ക് ഗോതമ്പ് പാടം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പോവാം. റോഡൊക്കെ അത്ര വലിയ സൂപ്പറല്ല കേട്ടോ. റോഡ് നിറച്ചും കുണ്ടും കുഴിയൊക്കെയാണ്. ആദ്യം നമുക്ക് ഗോതമ്പ് പാടം കാണാം. ഇതാണ് കേട്ടോ ഗോതമ്പ് പാടം. ഗോതമ്പൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അത് വിളഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം പച്ചയായിട്ട് തന്നെ നിൽക്കുവാണ്. ശരിക്കും വിളയുവാണെങ്കിൽ അത് നല്ല ഗോൾഡൻ കളറിലേക്ക് വരും. നമ്മൾ ഗോതമ്പ് പാടത്ത് നിന്ന് നേരെ സ്ട്രോബെറി പാടത്തേക്ക് വന്നു. സ്ട്രോബെറിയും ആവുന്നേ ഉള്ളൂ. ഒരു ട്രിപ്പ് പറിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഫാമിൽ സ്ട്രോബെറിയുടെ ജാമും ഉണ്ടാക്കുന്നുണ്ട്, സ്ട്രോബെറിയുടെ വൈനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോട്ടിലിന് ജാമിന് 150 രൂപയും പിന്നെ വൈനിന് 300 രൂപയാണ് വരുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മേടിച്ചാൽ മതി. അപ്പം ഞങ്ങൾ വൈനും ജാമാണ് മേടിച്ചത്. വൈൻ നമുക്കത്ര വലിയ രസം തോന്നിയില്ല കേട്ടോ. വൈൻ ഇത്തിരി പറ്റിച്ച പോലെ തോന്നി. അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ സാമ്പിൾ തരുന്നതാണോ നമുക്ക് തന്നെയെന്ന് ഉറപ്പ് വരുത്തണം. ജാമ് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ക്യാരറ്റാണ് കേട്ടോ ഈ നിൽക്കുന്നത് മൊത്തം. ക്യാരറ്റ് നമുക്ക് ഇഷ്ടത്തിന് പറിക്കാം. എന്നിട്ട് നമ്മൾ പറിക്കുന്നതിൻ്റെ തൂക്കം എടുത്തിട്ട് അതിന് കിലോക്ക് 50 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ഇവിടുത്തെ ക്യാരറ്റ് വളരെ ചെറിയ ക്യാരറ്റാണ്. നമുക്ക് വെറുതെ പച്ചക്ക് തിന്നാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ ഗ്രീൻ പീസാണ്. അതും ആയി വരുന്നേ ഉള്ളൂ. നിറയെ പൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പച്ച ഗ്രീൻ പീസ് ഇതും ഒരുപാട് ഏരിയയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഈ തോട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മളിനി തിരിച്ചു പോരുവാണ്. പോകണം നമ്മുടെ പൈൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ യൂക്കാലിപ്സിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോണത്. ഇതിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. കുറച്ച് പേരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണൊരു വ്യൂ പോയിൻ്റ്. ഇവിടെയാണ് കേട്ടോ മഞ്ഞിങ്ങനെ വീണ് കിടക്കാറ്. പക്ഷെ ഇപ്പം മഞ്ഞൊന്നുമില്ല. അതിരാവിലെ ആയിരിക്കും മഞ്ഞുണ്ടാവാന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഏരിയ കാണാനായിട്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. നല്ല ഭംഗിയാണ് തേയിലത്തോട്ടം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനല്ലേ.
അപ്പോൾ വീണ്ടും ഒരു വ്യൂ പോയിൻ്റ്, അടിപൊളി വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിട്ട് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഈ മഞ്ഞ് വീഴ്ച തുടങ്ങിയപ്പോൾ പിന്നെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ നശിച്ചു ഈ തണുപ്പുകൊണ്ട്. ഈ ഐസ് വീണ് വീണ് അത് കരിഞ്ഞു പോയിന്നാണ് വീട്ടിലുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു തന്നത്. ഇതിലേക്ക് പോയി. ഈ കാണുന്നത് ഉരുൾ പൊട്ടി വന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ എക്കോ പോയിന്റ് ആണ് കേട്ടോ. ഇപ്പം നല്ലോണം വെള്ളമുണ്ട്. ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.